വയനാട്ടിലെ ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിലെ 4 പ്രതികളെയും തിരിച്ചറിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ സുരേഷ് വയനാട്ടിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ പ്രതികളെല്ലാം തിരിച്ചറിഞ്ഞെങ്കിലും പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല. എന്താണ് പ്രശ്നം? അവരെ കിട്ടാതെ പോകുന്നതാണോ, പോലീസിന് കണ്ടെത്താൻ കഴിയാതെ പോകുന്നതാണോ? SKN ഈ കണ്ണിച്ചോരയില്ലാത്ത കൊടും ക്രൂരത നടന്നിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത്. പക്ഷേ ഇതുവരെയും ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞു, ഉടൻ തന്നെ പിടികൂടുമെന്ന പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു വാർത്തയായിട്ടും ഇത്രയും വലിയൊരു സംഭവമായിട്ടും ഈ പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നില്ല. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ആദ്യം വയനാട് ജില്ലയിൽ തന്നെ പ്രതികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. പക്ഷേ ഇപ്പോൾ വയനാട് ജില്ലയ്ക്ക് പുറത്തേക്ക് പ്രതികൾ പോയെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ചും ഈ അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അർഷീദിനെ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അർഷീദിന്റെ പേരുവിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. മറ്റു 3 പേരുടെ പേരുവിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. SKN കണിയമ്പറ്റ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അർഷീദാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി അഭിരാമും കണിയമ്പറ്റ സ്വദേശി തന്നെയാണ്. അതോടൊപ്പം പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ തുടങ്ങി മറ്റ് 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ 4 പ്രതികളുടെ പേരുവിവരങ്ങളാണ് ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഇന്ന് രാത്രിയോടുകൂടി ഈ പ്രതികളെ പിടികൂടാനാകുമെന്നാണ് അല്പസമയം മുമ്പ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്ന വിവരം. ഇത് രാവിലെ മുതൽ ഇതേ പ്രതികരണമാണ്. ആ പ്രതികരണം ഇപ്പോഴും തുടരുന്നു. എപ്പോൾ പിടികൂടുമെന്ന് ആർക്കും അറിയില്ല. SKN. Okay, thank you.